നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സത്യവ്രതനു ലഭിച്ച സിദ്ധികളെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഈ അധ്യായത്തിൽ അംബായജ്ഞ വിധിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അത ദ്വാദശോധ്യായ അംബായജ്ഞ വിധി. രാജോവാച വദ യജ്ഞവിധിം സമ്യക് ദേവ്യാസ്തസ്യാ സമന്തദാ ശ്രുത്വാ കരോമ്യഹം സ്വാമിന്യദാശക്തി ഹ്യദൃതാ. പ്രഭോ, അങ്ങ് ഭഗവതിയായ ജഗദംബികയുടെ യജ്ഞത്തിൽ അനുഷ്ഠിക്കേണ്ട ഉചിതമായ വിധിയെക്കുറിച്ച് ദയവായി പറഞ്ഞാലും. അതു കേട്ടിട്ട് എനിക്ക് യഥാശക്തി ശ്രദ്ധയോടെ അത് അനുഷ്ഠിക്കാമല്ലോ. പൂജാവിധിം ച മന്ത്രാംശ ഹോമദ്രവ്യമസംശയം ബ്രാഹ്മണാ കതി സംഖ്യാശ്ച ദക്ഷിണാശ്ച തഥാ പുനാം. പൂജാവിധി, മന്ത്രങ്ങൾ, ഹോമദ്രവ്യങ്ങൾ എല്ലാറ്റിനെക്കുറിച്ചും പറയണം. എത്ര ബ്രാഹ്മണർ വേണം, എന്തു ദക്ഷിണ കൊടുക്കണം? വ്യാസ ഉവാച ശൃണുരാജൻ പ്രവക്ഷ്യാമി ദേവ്യാ യജ്ഞം വിധാനദാ ത്രിവിധം തു സദാ ജ്ഞേയം വിധിദൃഷ്ടേന കർമ്മണ. രാജൻ, കേട്ടാലും. ദേവിയുടെ യജ്ഞത്തെക്കുറിച്ച് ഞാൻ വിധിയാവണ്ണം വിസ്തരിക്കാം. അനുഷ്ഠാന വിധി അനുസരിച്ച് ഈ യജ്ഞം 3 വിധത്തിലുണ്ടെന്നറിയണം. സ്വാത്വികം രാജസം ചൈവ താമസം ച തദാപരം. മുനീനാം സ്വാത്വികം പ്രോക്തം നൃപാണാം രാജസം സ്മൃതം. സ്വാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 വിധം. മുനിമാരുടേത് സ്വാത്വികം, രാജാക്കന്മാരുടേത് രാജസം എന്നിങ്ങനെ പറഞ്ഞു വരുന്നു. താമസം രാക്ഷസാനാം വൈ ജ്ഞാനിനാം തു ഗുണോത്സിതം വിമുക്താനാം ജ്ഞാനമയം വിസ്തരാദ്ബ്രവീമി തേ. രാക്ഷസന്മാരുടേത് താമസം, ജ്ഞാനികളുടേത് ഗുണരഹിതം, വിമുക്തരുടേത് ജ്ഞാനമയം. ഓരോന്നും വിസ്തരിച്ച് ഞാൻ അങ്ങയോട് പറയാം. ദേശാകലാ തഥാ ദ്രവ്യം മന്ത്രാംശ ബ്രാഹ്മണാസ്തഥാ ശ്രദ്ധാ ച സ്വാത്വികീ യത്ര തം യജ്ഞം സ്വാത്വികം വിധു. ദേശം, കാലം, ദ്രവ്യം, മന്ത്രം, ബ്രാഹ്മണർ, സ്വാത്വിക ശ്രദ്ധ ഇവ ചേർന്നാൽ അത് സ്വാത്വിക യജ്ഞമാകും. അതായത് കാശി തുടങ്ങിയ ദേശങ്ങളിൽ വെച്ചും ഉത്തരായണം തുടങ്ങിയ സമയങ്ങളിലും നടത്തിയാൽ അത് സ്വാത്വികമായിരിക്കും. അതുപോലെ ന്യായമായി ആർജിച്ച ദ്രവ്യം കൊണ്ട് നടത്തുന്നതും വൈദിക മന്ത്രം ഉച്ചരിച്ച് ചെയ്യുന്നതും വേദജ്ഞരായ ബ്രാഹ്മണർ സംബന്ധിക്കുന്നതും ആസ്തിക്യ ബുദ്ധിയോടെ ചെയ്യുന്നതും സാത്വികമായിരിക്കും. ദ്രവ്യശുദ്ധി, ക്രിയാശുദ്ധി, മന്ത്രശുദ്ധിശ്ച ഭൂമിപ ഭവേദ്യധ്യേ തഥാ പൂർണ്ണം ഫലം ഭവിതിനന്യഥാ. രാജാവേ, ദ്രവ്യശുദ്ധിയും ക്രിയാശുദ്ധിയും മന്ത്രശുദ്ധിയും ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണഫലം ലഭിക്കും. ഇതിൽ സംശയത്തിന് അവകാശമില്ല. അന്യായോപാർജിതേനൈവ കർത്തവ്യം സുകൃതം കൃതം ന കീർത്തിരഹിതാലോകേ ച പരലോകേ ജനതത്ഫലം. അന്യായമായി ആർജിച്ച ദ്രവ്യം കൊണ്ട് ഏതു പുണ്യകർമ്മം ചെയ്താലും അത് ഈ ലോകത്തിൽ കീർത്തി നൽകാൻ ഉതകുകയില്ല. പരലോകത്തിലും അതിന് ഒരു ഫലം ലഭിക്കാൻ പോകുന്നില്ല. തസ്മാന്യായാർജിതേനൈവ കർത്തവ്യം സുകൃതം സദാ യശസേ പരലോകായ ഭവത്വേവ സുഖായ ച. അതുകൊണ്ട് ഈ ലോകത്തിൽ യശസ്സും പരലോകത്തിൽ സുഖവും ഉണ്ടാകുന്നതിനു വേണ്ടി ന്യായമായ മാർഗത്തിലൂടെ സമ്പാദിച്ച ധനം കൊണ്ടുവേണം സദാ പുണ്യകർമ്മം ചെയ്യാൻ. പ്രത്യക്ഷം തവ രാജേന്ദ്ര പാണ്ഡവൈസ്തു മഖം കൃത രാജസൂയ ക്രതുവര സമാപ്തവര ദക്ഷിണ. രാജാവേ, അങ്ങേക്ക് അറിവുള്ളതാണല്ലോ പാണ്ഡവന്മാർ ചെയ്ത യാഗത്തെക്കുറിച്ച്. യജ്ഞങ്ങളിൽ ഉത്തമമായ രാജസൂയമായിരുന്നു അത്. യാഗം സമാപിച്ചപ്പോൾ ധാരാളം ദക്ഷിണയും നൽകപ്പെട്ടു. യത്ര സാക്ഷാത് ഹരികൃഷ്ണോ യാദവേന്ദ്രോ മഹാമന ബ്രാഹ്മണ പൂർണ്ണവിദ്യാശ്ച ഭാരദ്വാജാതസ്തഥാം. അവിടെ യാദവ പ്രമുഖനും മഹാമനസ്കനുമായ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനും വിദ്യകളെല്ലാം പഠിച്ച ഭരദ്വാജ ബ്രാഹ്മണരും സന്നിഹിതരായിരുന്നു. കൃത്വാ യജ്ഞം സുസമ്പൂർണം മാസമാത്രേണ പാണ്ഡവൈ പ്രാപ്തം മഹത്തരം കഷ്ടം വനവാസശ്ച ദാരുണ. മാസത്തിനുള്ളിൽ പാണ്ഡവർ യജ്ഞം പൂർത്തിയാക്കി. എങ്കിലും മഹാകഷ്ടത്തിലകപ്പെട്ട് അവർ വനവാസം വരിക്കേണ്ടി വന്നു.
പീഡനം ചൈവ പാഞ്ചാല്യസ്തഥാ ദൂതോ പരാജയ വനവാസോ മഹത്കഷ്ടം ക്വ ഗതം മഗജം ഫലം. പാഞ്ചാലി പീഡിപ്പിക്കപ്പെട്ടു. ചൂതുകളിയിൽ പരാജയമുണ്ടായി. വനവാസത്തിന് പോകേണ്ടി വന്നു. യോഗത്തിൻ്റെ ഫലം എവിടെ പോയി? ദാസത്വം ച വിരാടസ്യ കൃതം സർവൈർമഹാത്മഭി കീചകേന പരിക്ലിഷ്ട ദ്രൗപദീ ച പ്രമധ്വര. മഹാത്മാക്കളായ ആ പാണ്ഡവരെല്ലാം വിരാടനു ദാസപ്പണി ചെയ്തു. ശ്രീരക്തമായ ദ്രൗപദിയോ കീചകനാൽ ക്ലേശിക്കപ്പെടുകയും ഉണ്ടായി. ആശീർവാദാദിജാതീനാം ക്വ ഗതാശുദ്ധചേതസാം ഭക്തിർവാ വാസുദേവസ്യ ക്വ ഗതാ തത്ര സങ്കടേ. ശുദ്ധഹൃദയരായ മഹാബ്രാഹ്മണരുടെ ആശീർവാദങ്ങളെല്ലാം എവിടെ പോയി? അത്യന്ത കഷ്ടത്തിലകപ്പെട്ട അവർക്ക് വാസുദേവ ഭക്തി കൊണ്ട് എന്തുണ്ടായി? ന രക്ഷിത തഥബാല കേനാഭി ദ്രുപദാത്മജ പ്രാപ്തകേശഗ്രഹാകാലേ സ്വാധീ ച വരവർണിനി. അവിടെ വെച്ച് ആ ദ്രുപദപുത്രിയെ രക്ഷിക്കാൻ അപ്പോൾ ആരും ഉണ്ടായില്ല, പാണ്ഡവർ പോലും. അങ്ങനെ അവൾ സാധ്യം സുന്ദരിയുമായ അവൾ തലമുടിക്ക് ചുറ്റി വലിക്കപ്പെട്ടു. കിമിത്ര ചിന്തനീയം വൈ ധർമ്മവൈഗുണ്യകാരണം കേശവേ സതിദേവേശ ധർമ്മപുത്രേ യുധിഷ്ഠിരേ. ധർമ്മനന്ദനായ യുധിഷ്ഠിരനും ദേവദേവനായ കേശവനും ഉള്ളപ്പോൾ ധർമ്മത്തിന് എന്തുകൊണ്ടിങ്ങനെ വീഴ്ച വന്നു എന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഭവിതവ്യമിതി പ്രോക്തേ നിഷ്ഫല സ്വാത്യദാഗമ വേദമന്ത്രാസ്തധാന്യേ ച വിദധാ ശൂരസംശയം. സംഭവിക്കേണ്ടതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വേദം നിഷ്പ്രയോജനമാണെന്ന് പറയേണ്ടി വരും. വേദമന്ത്രങ്ങളും മറ്റും പലതും നിഷ്പ്രയോജനങ്ങളും അർത്ഥശൂന്യങ്ങളുമാവും നിശ്ചയം. സാധനം നിഷ്ഫലം സർവമുപായശ്ച നിരർത്ഥകം ഭവിതവ്യം ഭവത്വേവ വചനേ പ്രതിപാദകേ. സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരൂ എന്നാണ് വാദമെങ്കിൽ ആ സംഭവതയ്ക്ക് കാരണമായിരിക്കുന്ന സാധനം നിഷ്ഫലവും ഉപായവും നിരർത്ഥവുമായി തീരും. സംഭവിച്ചേ തീരൂ എങ്കിൽ പിന്നെ ഉപായത്തിനോ ഉപകരണത്തിനോ പ്രസക്തിയില്ലെന്നർത്ഥം. ആഗമേ അപ്യതർത്ഥവാദ സ്യാത് ക്രിയാ സർവാ നിരർത്ഥക സ്വർഗാർത്ഥം ച തപോ വ്യർത്ഥം വർണ്ണധർമ്മശ്ച വൈതഥ. വേദങ്ങളും അർത്ഥവാദങ്ങൾ തത്വം ഉദാഹരിക്കുന്ന കഥകൾ ഉണ്ടെന്ന് വരും. സകല വൈദിക കർമ്മങ്ങളും അതുപോലെ തന്നെ. സ്വർഗത്തിനു വേണ്ടിയുള്ള തപസ്സും വർണ്ണാശ്രമധർമ്മങ്ങളും വ്യർത്ഥമാണെന്ന് പറയേണ്ടി വരും. സർവം പ്രമാണം വ്യർത്ഥം സ്യാത് ഭവിതവ്യേ കൃതേ ഹൃദി ഉഭയം ചാഭിമന്തവ്യം ദൈവം ചോപായ ഏവ ച. ഭവിതവ്യം ഭവത്വേവ എന്ന വിശ്വാസം ഹൃദയത്തിൽ വേരുറച്ചാൽ സകല പ്രമാണങ്ങളും വ്യർത്ഥമായി തീരും. അതുകൊണ്ട് രണ്ടിനെയും ഭവിതവ്യത്തെയും ഉപായത്തെയും കണക്കിലെടുത്തേ മതിയാവൂ. കർമ്മത്തിലും വിധിയിലും പൗരുഷത്തിലും ദൈവത്തിലും ആശ്രയിച്ചേ മതിയാവൂ. കൃതേ കർമ്മണി ചേസിദ്ധ്യർ വിപരീത യഥാ ഭവേത് വൈഗുണ്യം കൽപ്പനീയം സ്യാത് പ്രാജ്ഞേ പണ്ഡിതമൗലിഭി. കർമ്മം ചെയ്താൽ ഫലം ഉണ്ടാകും. അതിന് വിപരീതമായി ഭവിക്കുമ്പോൾ കർമ്മത്തിന് ഗുണമേന്മ ഉണ്ടായിരുന്നില്ലെന്ന് പണ്ഡിതശ്രേഷ്ഠന്മാരായ പ്രാജ്ഞന്മാർ മനസ്സിലാക്കേണ്ടതാണ്. തത്കർമ്മ ബഹുധാ പ്രോക്തം വിദ്വദ്ഭി കർമ്മകാരിഭേ കർത്തൃഭേദാ മന്ത്രഭേദാത് ദ്രവ്യഭേദാത് തഥാ പുനഃ. കർത്തൃഭേദം മന്ത്രഭേദം ദ്രവ്യഭേദം ഇവയെ ആസ്പദമാക്കി കർമ്മങ്ങൾ പലതരത്തിലുണ്ടെന്ന് കർമ്മവാദികളായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. യഥാ മഘവദാ പൂർവം വിശ്വരൂപോ വൃതോ ഗുരു വിപരീതം കൃതം തേന കർമ്മമാദ്രഹിതായ വൈ. പണ്ട് ദേവേന്ദ്രൻ വിശ്വരൂപനെ യജ്ഞാചാര്യനായി വരിച്ചു. അദ്ദേഹത്തിന് തൻ്റെ മാതാവിൻ്റെ വർഗത്തിൽപ്പെട്ട അസുരന്മാരോട് താത്പര്യമുണ്ടായിരുന്നതുകൊണ്ട് ദേവന്മാർക്ക് അഹിതമായ കർമ്മം ചെയ്തു. അതായത് ദേവന്മാരറിയാതെ യജ്ഞാംശം അസുരന്മാർക്കും നൽകി എന്നർത്ഥം. ദേവേഭ്യോ ദാനവേഭ്യസ്തു സ്വസ്തിത്യുക്ത്വാ പുനഃ പുനഃ അസുരാ മാതൃപക്ഷീയ കൃതം തേഷാം ച രക്ഷണം.
ദേവന്മാർക്കും ദാനവന്മാർക്കും സ്വസ്തി ഭവിക്കട്ടെ എന്നു വീണ്ടും വീണ്ടും ആശീർവദിച്ചുകൊണ്ട് മാതൃപക്ഷക്കാരായ അസുരന്മാരെ വിശ്വരൂപൻ രക്ഷിച്ചു. ദൈത്യാൻ ദൃഷ്ട്വാതിസമ്പുഷ്ടാം ശുകോപോ കോപാമഘവാ തഥാ ശിരാംസി തസ്യ വജ്രേണ ചിച്ഛേദാതരസാഹരി. ദൈത്യന്മാർ തടിച്ചു ബലവാന്മാരായി തീർന്നിരിക്കുന്നത് കണ്ടിട്ട് ദേവേന്ദ്രന് ക്രോധം ഉജ്ജ്വലിച്ചു. ഉടൻ തന്നെ വജ്രായുധം കൊണ്ട് വിശ്വരൂപന്റെ ശിരസ്സുകൾ മൂന്നും ഇന്ദ്രൻ അരിഞ്ഞു വീഴ്ത്തി. ക്രിയാവൈഗുണ്യമത്രൈവ കർത്തൃഭേദാദ സംശയം നോചേത് പഞ്ചലാരാജേന രോഷേണാപി കൃത ക്രിയ. ഇവിടെ കർമ്മം വിഗുണമായി പോയത് കർത്തൃഭേദം കൊണ്ടാണെന്ന് തീർച്ചയാണ്. അല്ലെങ്കിൽ കോപത്തോടു കൂടി പാഞ്ചാല രാജാവ് കർമ്മം ചെയ്തതുകൊണ്ടാണല്ലോ. ഭാരദ്വാജ വിനാശായ പുത്രസ്യോത്പാദനായ ച ദൃഷ്ടദ്യുപ്ന സമുത്പന്നോ വേദിമധ്യാശ്ച ദ്രൗപദി. ദ്രോണരെ നശിപ്പിക്കുന്ന പുത്രനുണ്ടായത് അങ്ങനെ വേദിമധ്യത്തു നിന്ന് ദൃഷ്ടദ്യുപ്നനും ദ്രൗപദിയും ജനിച്ചു. പുരാ ദശരഥോ നാപി പുത്രേഷ്ടിസ്തു കൃതായഥാ അപുത്രസ്യ സുതാസ്തസ്യ ചത്വാരാ സംവ്രജജിരേ. പണ്ട് ദശരഥ മഹാരാജാവും പുത്രകാമേഷ്ടിയാഗം ചെയ്തു. അപ്പോൾ അപുത്രനായിരുന്ന അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായി. അധ ക്രിയാകൃതായുക്ത്യാ സിദ്ധിദാ സർവദാ ഭവേ അയുക്ത്യാ വിപരീതാ സ്യാത് സർവദാ നൃപസദ്ധമാ. അതിനാൽ രാജാവെ, യുക്തിപൂർവം ചെയ്യുന്ന കർമ്മം ഏതു വിധത്തിലും ഫലം നൽകുന്നത് തന്നെ ചെയ്യും. യുക്തിയില്ലാതെ ചെയ്താലോ ഏതു വിധത്തിലും ഫലം വിപരീതമാവുകയും ചെയ്യും. പാണ്ഡവാനാം യഥാ യജ്ഞേ കിഞ്ചിദൈഗുണ്യയോഗദാ വിപരീതം ഫലം പ്രാപ്തം നിർജിതാസ്തേ ദുരോധരേ. പാണ്ഡവന്മാർ രാജസൂയ മഹായജ്ഞം നടത്തിയതിൽ എന്തോ ചില ഗുണവൈകല്യം ഉണ്ടായതുകൊണ്ട് ഫലവും വിപരീതമായി. ചൂതിൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്തു. സത്യവാദി തഥാ രാജൻ ധർമ്മപുത്രോ യുധിഷ്ഠിര ദ്രൗപദീ ച തഥാ സ്വാബ്ധി തഥാന്യോ പുണ്യപ്യനുജസുഭ. ഹേ രാജാവേ, ധർമ്മസൂനുവായ യുധിഷ്ഠിരൻ സത്യവാദിയാണ്. ദ്രൗപദിയും അതുപോലെ സ്വാബ്ധിയാണ്. അപ്രകാരം തന്നെ യോഗ്യരാണ് അനുജന്മാരായ മറ്റുള്ളവരും. കുദ്രവ്യയോഗധൈഗുണ്യം സമുത്പന്നം മഘേ അഥവാ സാഭിമാനേ കൃതാധ്വാപി ദൂഷണം സമുപസ്ഥിതം. ദ്രവ്യശുദ്ധിയില്ലായ്മ കൊണ്ട് ഗുണവൈകല്യം സംഭവിച്ചതാവാം, അല്ലെങ്കിൽ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ ചെയ്തതുകൊണ്ടാവാം യാഗത്തിന് ഈ കുറവ് സംഭവിച്ചത്. സ്വാത്വികസ്തു മഹാരാജ ദുർലഭോ വൈമഗസ്മൃത സമുനീനാം ഹി വിഹിതോ സൗമഹാമഘ. മഹാരാജാവേ, സ്വാത്വികമായ യജ്ഞം വളരെ ദുർലഭം തന്നെ. ആ മഹത്തായ യജ്ഞം വൈഖാനസന്മാരായ മുനിമാർക്ക് വിധിച്ചിട്ടുള്ളതാണ്. സ്വാത്വികം ഭോജനം യേവൈ നിത്യം കുർവന്തി താപസ ന്യായാർജിതം ച വണ്യം ച തഥാ ഋഷിം സുസംസ്കൃതം. തപസ്സിൽ മുഴുകിയിരിക്കുന്നവർ നിത്യവും സാത്വിക ഭക്ഷണം കഴിക്കുന്നു. വനത്തിൽ ന്യായമായ മാർഗത്തിലൂടെ സമ്പാദിച്ച അത് ഋഷികൾക്ക് ഭക്ഷ്യമാകും വിധം ശുദ്ധീകരിക്കപ്പെട്ടതാണ്. അതേ അവരിക്കിഷ്ടപ്പെടൂ. പുരോഢാശപരാ നിത്യം വിയൂപാ മന്ത്രപൂർവക ശ്രദ്ധാധികാ മഘാരാജൻ സ്വാത്വികാ പരമാസ്പൃധ. പുരോഢാശ പ്രധാനമായതും ജീവബലിയില്ലാത്തതും മന്ത്രങ്ങളോടു കൂടിയതും അത്യധികം ശ്രദ്ധ വേണ്ടതുമായ യജ്ഞങ്ങളാണ് ശ്രേഷ്ഠങ്ങളായ സ്വാത്വിക യജ്ഞങ്ങൾ എന്ന് പറയുന്നത്. രാജസാദ്രവ്യബഹുല സയൂപാശ്ച സുസംസ്കൃത ക്ഷത്രിയാണാം വിശ്വാം ചൈവ സാഭിമാനാശ്ച വൈമഘ. ധാരാളം ധനം ചെലവാക്കി പലതരം സാധനങ്ങൾ ശേഖരിച്ച് ഹിംസയോടും ആഡംബരത്തോടും അഹങ്കാരത്തോടും കൂടി ചെയ്യപ്പെടുന്ന യജ്ഞം രാജസമാകുന്നു. അത് ക്ഷത്രിയർക്കും വൈശ്യർക്കും വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. താമസാദാനവാനാം വൈ സക്രോധാ മദവർദ്ധകാ സമാർഷാ സംസ്കൃതാ ക്രൂരാ മഘാപ്രോക്താ മഹാത്മഭി. ക്രോധത്തോടും അമർഷത്തോടും ആഡംബരത്തോടും കൂടി നടത്തുന്ന ക്രൂരവും അഹങ്കാരപ്രദവുമായ യാഗങ്ങളാണ്
താമസ യാഗങ്ങളെന്ന് മഹാത്മാക്കൾ പറയുന്നു. അത് അസുരന്മാരുടെ യാഗങ്ങളാണ്. മുനീനാം മോക്ഷകാമാനാം വിരക്താനാം മഹാത്മനാം മാനസസ്തു സ്മൃതോ യാഗ സർവസാധന സംയുധ. മോക്ഷം ആഗ്രഹിക്കുന്നവരും വിരക്തന്മാരും മഹാത്മാക്കളുമായ മുനിമാർ സർവസാധനകളോടും കൂടി മാനസയാഗമാണ് ചെയ്യുന്നത്. അന്വേഷു സർവയജ്ഞേഷു കിശിന്യൂനം ഭവേദപി ദ്രവ്യേണ ശ്രദ്ധയാ വാപി ക്രിയാ ബ്രാഹ്മണൈസ്തഥാ. മറ്റെല്ലാ യജ്ഞങ്ങളിലും ധനത്തിലോ ശ്രദ്ധയിലോ ക്രിയയിലോ ബ്രാഹ്മണരാലോ അല്പമെങ്കിലും ന്യൂനത വന്നുകൂടായികയില്ല. ദേശകാല പൃഥഗ്ദ്രവ്യ സാധനേ സകലൈസ്തഥാ നാന്യോ ഭവതി പൂർണ്ണോ വൈ തഥാ ഭവതി മാനസ. ദേശം, കാലം, ധനം, സാധനകൾ തുടങ്ങി എല്ലാം കൊണ്ടും ന്യൂനത സംഭവിക്കും. എന്നാൽ മാനസയജ്ഞം എത്രമാത്രം പൂർണ്ണമാണോ അതും പോലെ മറ്റൊന്നും പൂർണ്ണമല്ല. പ്രഥമം തു മനഃശോധ്യം കർത്തവ്യം ഗുണവർജിതം ശുദ്ധേ മനസി ദേഹോ വൈ ശുദ്ധയേവ ന സംശയ. എല്ലാറ്റിലും മുമ്പായി മനസ്സ് ശുദ്ധമാക്കുകയാണ് വേണ്ടത്. മനസ്സ് സർവദാ ഗുണരഹിതമാവണം. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ശരീരവും ശുദ്ധമാകുമെന്നതിൽ സംശയമില്ല. ഇന്ദ്രിയാർത്ഥ പരിത്യക്തം യഥാ ജാതം മനഃശുചി തഥാ തസ്യ മഗസ്യാസൗ പ്രഭവേദാധികാരവാൻ. ആരുടെ മനസ്സാണോ ഇന്ദ്രിയ വിഷയങ്ങളെ പരിത്യജിച്ച് ശാന്തമാകുന്നത് അവനാണ് ഈ യജ്ഞം ചെയ്യാൻ അധികാരി. ഇന്ദ്രിയ വിഷയങ്ങൾ ശബ്ദം, രൂപം തുടങ്ങിയവയാണ്. തദാസൗ മണ്ഡപം കൃത്വാ ബഹുയോജന വിസ്തൃതം സ്തവേശ വിപുലൈ ശ്ലഷ്ണൈർ യജ്ഞീയദ്രൂ സംഭവൈ. മാനസയജ്ഞത്തിനു യോഗ്യനായി തീർന്നാൽ ആദ്യമായി അനേക വിധത്തിലുള്ള സ്തവങ്ങളോടുകൂടി യജ്ഞത്തിന് വിധിച്ചിട്ടുള്ള മരങ്ങൾ കൊണ്ടുള്ള നെടുംതൂണുകൾ നാട്ടണം. അങ്ങനെ ബഹുയോജന വിസ്താരമുള്ള മണ്ഡപം മനസ്സിൽ നിർമ്മിക്കണം. വേദിം ച വിശദാം തത്ര മനസാ പരികൽപ്പയേത് അഗ്നയോ പി തഥാ സ്ഥാപ്യ വിധിവന്മനസാ കില. ആ മണ്ഡപത്തിൽ വിശാലമായ ഒരു യജ്ഞവേദി മനസ്സുകൊണ്ട് സങ്കല്പിക്കണം. അതുപോലെ മനസ്സുകൊണ്ട് വിധിപ്രകാരം യജ്ഞാഗ്നിയെയും സ്ഥാപിക്കണം. ബ്രാഹ്മണാനാം ച വരണം തഥൈവ പ്രതിപാദ്യ ച ബ്രഹ്മാദ്വര്യുസ്തഥാ ഹോത പ്രസ്തോതാ വിധിപൂർവകം. ബ്രഹ്മാവ്, അധ്വർയു, ഹോമാതാവ്, പ്രസ്തോതാവ് എന്നീ രൂപത്തിൽ യജ്ഞകർത്താക്കളായി ബ്രാഹ്മണരെ വിധിപൂർവം വരിക്കണം. ഉദ്ഘാത പ്രതിഹർത്ത ച സഭ്യാശാന്യേ യഥാവിധി പൂജനീയ പ്രയത്നേന മനസൈവ ദ്വിജോത്തമ. ഉദ്ഘാതാവ്, പ്രതിഹർത്താവ്, മറ്റ് സഭ്യർ എന്നിവരെയും യഥാവിധി മനസാ വരിക്കണം. ഈ എല്ലാ ബ്രാഹ്മണരെയും ആവും മട്ട് മനസാ പൂജിക്കണം. പ്രാണോ അപാനസ്തദാ വ്യാന സമാനോധാന ഏവ ച പാവകാ പഞ്ച ഏവൈതേ തപ്യാവേദ്യാം വിധാനത. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നീ 5 അഗ്നികളെയും വേദിയിൽ വിധി അനുസരിച്ച് സ്ഥാപിക്കണം. ഗാർഹപത്യസ്തദാ പ്രാണോ അപാനാശ്ചാഹവനീയക ദക്ഷിണാഗ്നിസ്തദാ വ്യാന സമാനാശ്ചാവസസ്ത്യക. പ്രാണനെ ഗാർഹപത്യാഗ്നിയായും അപാനനെ ആഹവനീയാഗ്നിയായും വ്യാനനെ ദക്ഷിണാഗ്നിയായും സമാനനെ ആവസാത്യാഗ്നിയായും സഭ്യോദാനസ്പൃദാശ്രേഹേതേ പാവകാ പരമോത്കടാ ദ്രവ്യം ച മനസാ ഭാവ്യം നിർഗുണം പരമം ശുചി. ഉദാനനെ സഭ്യനായും കൽപ്പിക്കണം. ഈ അഗ്നികളെല്ലാം അതീവ തേജസ്വികളാണ്. ദ്രവ്യത്തെയും മനസാ ഭാവന ചെയ്യണം. പരമപവിത്രവും നിർഗുണവുമായ മന ഏവ തഥാ ഹോത യജമാനസ്തഥൈവ തദ് യജ്ഞാധിദേവതാ ബ്രഹ്മ നിർഗുണം ച സനാതനം. മനസ്സാണ് ആ സമയത്ത് ഹോതാവ്. അതുപോലെ ആ മനസ്സു തന്നെയാണ് യജമാനനും. ആ യജ്ഞത്തിൻ്റെ പ്രധാന അതിദേവത നിർഗുണവും അവിനാശിയുമായ സാക്ഷാൽ ബ്രഹ്മനാണ്.
ഫലദാ നിർഗുണാശക്തി സദാ നിർവേദദാ ശിവ ബ്രഹ്മവിദ്യാഖിലാധാര വ്യാപ്യ സർവത്ര സംസ്ഥിത. സദാ ആനന്ദം പ്രദാനം ചെയ്യുന്ന കല്യാണരൂപിണിയായ ജഗദംബിക ശക്തിസ്വരൂപിണിയായി ഫലത്തെ ദാനം ചെയ്യുന്നു. അവൾ നിർഗുണയാണ്. അവൾ തന്നെയാണ് ബ്രഹ്മവിദ്യ. സകല ജഗത്തും അവളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അവൾ എങ്ങും വ്യാപിച്ചിരിക്കുന്നു. തദുദ്ദേശേന തദ്ദ്രവ്യം പ്രാണാഗ്നിഷു ദ്വിജ പശ്ചാച്ചിത്തം നിരാലംബം കൃത്വാ പ്രാണാനഭിപ്രഭു. മാനസികമായ ഈ യജ്ഞം ചെയ്യുന്ന ബ്രാഹ്മണൻ ഭഗവതിയായ ജഗദംബികയെ ഉദ്ദേശിച്ച് ആ ദ്രവ്യങ്ങളെ പ്രാണരൂപിയായ അഗ്നികളിൽ ഹോമിക്കണം. ഹേ പ്രഭു, പിന്നെ മനസ്സിനെ നിർവിഷയമാക്കിയ അതിനുശേഷം പ്രാണങ്ങളെയും കുണ്ഡലീമുഖമാർഗേണ ഹുനേർബ്രാഹ്മണി ശ്വാസത്തെ സ്വാനുഭൂത്യാ സ്വയം സാക്ഷാത് സൂക്ഷ്മഭൂതാ മഹേശ്വരീം. സുഷുമ്നാമാർഗത്തിലൂടെ നിത്യബ്രഹ്മത്തിൽ ഹോമിക്കണം. നിർവിഷയമാക്കിയ മനസ്സിനെയും പ്രാണങ്ങളെയും നിത്യബ്രഹ്മത്തിൽ ലയിപ്പിക്കണമെന്നർത്ഥം. സാനുഭൂതിയാൽ സ്വയം സാക്ഷാത്കരിച്ച മഹേശ്വരിയെ സമാധീനൈവ യോഗേന ധ്യായേ ചേതാസ്യനാകുല സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി. അതിനുശേഷം ശാന്തചിത്തനായി സമാധിയോഗത്താൽ മനസ്സിൽ ധ്യാനിക്കണം. അപ്പോൾ ആത്മാവിനെ സർവഭൂതസ്ഥാനായും സർവഭൂതങ്ങളെയും ആത്മാവിലും കാണണം. യഥാ പശ്യതി ഭൂതാത്മാ തഥാ പശ്യതി താം ശിവാം ദൃഷ്ട്വാ താം ബ്രഹ്മവിദ് ഭൂയാത് സച്ചിദാനന്ദരൂപിണീം. ആത്മാവിനെ സർവഭൂതങ്ങളിലും സർവഭൂതങ്ങളെയും തന്നിലും എപ്പോൾ കാണുന്നുവോ അപ്പോൾ പരമമംഗളസ്വരൂപിണിയായ ഭഗവതിയെയും കാണുന്നു. സച്ചിദാനന്ദ സ്വരൂപിണിയാണ് ജഗദംബിക. അവളെ ദർശിക്കുന്നതോടുകൂടി അവൻ ബ്രഹ്മജ്ഞനായിത്തീരുന്നു. തഥാ മായാധികം സർവം തദ്ധം ഭവതി ഭൂമിപ പ്രാരബ്ധം കർമ്മ മാത്രം തു യാവദേഹം ച തിഷ്ഠതി. ഹേ രാജൻ, ആ സമയത്ത് അവനെ സംബന്ധിച്ച മായാധികാര്യങ്ങളെല്ലാം നശിക്കുന്നു. പ്രാരാബ്ധം അനുഭവിച്ചു തീർക്കുന്നതിന് വേണ്ടി ആ ശരീരം മാത്രം നിലനിൽക്കുന്നു. ജീവമുക്തസ്തദാ ജാതോ മൃദോ മോക്ഷമവാപ്നുയാ കൃതാകൃതോ ഭവേത്താദ യോ ഭജേ ജഗദംബികാം. ഇപ്രകാരം ജീവമുക്തനായ മനുഷ്യൻ മരിച്ചതിനു ശേഷം പരപുരുഷാർത്ഥമായ മോക്ഷം പ്രാപിക്കുന്നു. ഭഗവതിയായ ജഗദംബികയെ ഉപാസിക്കുവാൻ കൃതകൃത്യനായി തീരും. അവന് പിന്നെ ഒന്നും ചെയ്യേണ്ടതായിട്ടോ നേടേണ്ടതായിട്ടോ ഇല്ല. തസ്മാ സർവപ്രയത്നേന ധ്യായാ ശ്രീഭുവനേശ്വരി ശ്രോതവ്യാ ചൈവ മന്തവ്യാ ഗുരുവാക്യാനുസാരത. അതുകൊണ്ട് ശരിയായി പരിശ്രമിച്ച് ഗുരുപദേശമനുസരിച്ച് അഖില ലോകത്തിൻ്റെയും അധിഷ്ഠാനഭൂതയായ ഭുവനേശ്വരിയെ ധ്യാനിക്കുകയും അവളുടെ ഗുണകഥകൾ കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ടതാണ്. രാജന്യേവം കൃതോ യജ്ഞോ മോക്ഷദോ നാത്ര സംശയ അന്യയജ്ഞാസകാമാസ്തു പ്രഭവം ദീക്ഷയോന്മുഖ. രാജാവെ, ഇപ്രകാരം ചെയ്യുന്ന യജ്ഞം മോക്ഷപ്രദമാണെന്നതിൽ സംശയമില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായി സകല യജ്ഞങ്ങളുണ്ടല്ലോ, അവ ഫലാശയോടെ ചെയ്യുന്നതാകയാൽ നാശോന്മുഖങ്ങളാണ്. അവയ്ക്ക് നിത്യമായ മോക്ഷത്തെ പ്രദാനം ചെയ്യാൻ കഴിയുകയില്ലെന്നർത്ഥം. അഗ്നിഷ്ടോത്മേന വിധിവത് സ്വർഗകാമോ യജേദിതി വേദാനുശാസനം ചെയ്തത് പ്രവദന്തി മനീഷിണ. സ്വർഗം ആഗ്രഹിക്കുന്നവൻ വിധിയനുസരിച്ച് അഗ്നിഷ്ടോമയജ്ഞം ചെയ്യണമെന്ന് വേദങ്ങൾ അനുശാസിച്ചിട്ടുണ്ട്. വിദ്വജ്ഞരങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ഷീണേ പുണ്യേ മൃത്യുലോകം വിശന്തി ച യഥാമതി തസ്മാതു മാനസ ശ്രേഷ്ഠോ യജ്ഞോ അപ്യക്ഷയ ഏവ സ. അത് ശരിയാണ്. എന്നാൽ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും ജനനമരണാദികൾ ഉള്ള മൃത്യുവിൻ്റെ ലോകത്ത് മാതൃലോകത്ത് ജന്മമെടുക്കേണ്ടി വരും. അതുകൊണ്ട് മാനസമായ യജ്ഞമാണ് ശ്രേഷ്ഠം. അത് അക്ഷയമായ ഫലത്തെ നൽകുന്നത് തന്നെയാണ്.
न राज्ञो साधितुं योग्यो मुगो असौ जयमिच्छत താമസസ്തു കൃതോ പൂർവം സർപ്പയജ്ഞസ്തദയായുധാം. എന്നു മാത്രമല്ല, വിജയാഭിലാഷമുള്ള രാജാവിന് ഈ യജ്ഞം ചെയ്യാൻ പറ്റിയതല്ല. കുറച്ചു നാൾക്കു മുമ്പ് അങ്ങ് ഒരു സർപ്പയജ്ഞം നടത്തിയിരുന്നല്ലോ, അത് താമസയജ്ഞമാണ്. വൈരം നിർവാഹിതം രാജൻ തക്ഷകസ്യ ദുരാത്മനാ യത്കൃതേ നിഹതാ സർപ്പസ്തദാ ത്വയാഗ്നൗ കോടിശപ്പരേ. എന്തെന്നാൽ ദുരാത്മാവായ തക്ഷകനോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടിയുള്ള യാഗമായിരുന്നു അത്. അതിനുവേണ്ടി അങ്ങ് കോടിക്കണക്കിന് മറ്റു സർപ്പങ്ങളെ അഗ്നിയിൽ ഹോമിക്കുകയും ചെയ്തു. ദേവി യജ്ഞം കുരുഷ്വാദ്യ വിദദം വിധിപൂർവകം വിഷ്ണുനായ കൃതാപൂർവം സൃഷ്ട്യാധൗ നൃപസത്തമ. മഹാരാജാവേ, അങ്ങ് വിധിയനുസരിച്ച് വിസ്തരിച്ച് ഇനി ആ ദേവി യജ്ഞം നിർവഹിച്ചാലും. സൃഷ്ടിക്കു മുമ്പ് വിഷ്ണു ആ യജ്ഞം ചെയ്തിരുന്നു. തഥാ ത്വം കുരു രാജേന്ദ്ര വിധിം തേ പ്രബ്രവീമ്യഹം ബ്രാഹ്മണ സന്ധി രാജേന്ദ്ര വിധിജ്ഞാവേദവിത്തമ. ഹേ രാജേന്ദ്ര, അങ്ങ് ആ യജ്ഞം തന്നെ ചെയ്യുക. ഞാൻ അതിൻ്റെ വിധികളെല്ലാം പറഞ്ഞു തരാം. വേദങ്ങൾ വേണ്ടതുപോലെ പഠിച്ചിട്ടുള്ളവരും വേദവിധികൾ അറിയാവുന്നവരുമായ ബ്രാഹ്മണർ ഉണ്ട്. ദേവി ബീജവിധ ആനജ്ഞാ മന്ത്രമാർഗവിചക്ഷണ യാജകാസ്തേ ഭവിഷ്യന്തി യജമാനസ്ത്വമേവ ഹി. ദേവിയുടെ ബീജമന്ത്രത്തിൻ്റെ വിധാനം അറിയുന്നവരും മന്ത്രങ്ങൾ ശരിയായി ഉച്ചരിക്കാൻ അറിയുന്നവരുമായ ബ്രാഹ്മണരെ യജിക്കാൻ നിയോഗിക്കണം. യജമാനനായിട്ട് അങ്ങ് തന്നെ മതി. കൃത്വാ യജ്ഞം വിധാനേന തത്വാ പുണ്യം മഹാർജിതം സമുദ്ധര മഹാരാജ പിതരം ദുർഗതിം ഗതം. മഹാരാജാവേ, ഇങ്ങനെ വിധിയനുസരിച്ച് യജ്ഞം ചെയ്ത് പുണ്യം സമ്പാദിച്ച് ആ പുണ്യഫലം കൊടുത്ത് ദുർഗതി പ്രാപിച്ചിരിക്കുന്ന സ്വന്തം പിതാവിനെ രക്ഷിക്കുക. വിപ്രാവമനമാനജം പാപം ദുർഘടം നരകപ്രദം തഥൈവ ശാപജോ ദോഷപ്രാപ്ത ത്രാതവാനഘ. ബ്രാഹ്മണനെ അവമാനിച്ചതുകൊണ്ട് തന്നെ പാപം പരിഹാരം കാണാൻ പ്രയാസമുള്ളതും നരകപ്രദവുമാണ്. ഹേ അനഘ, അങ്ങയുടെ പിതാവ് അങ്ങനെയുള്ള ശാപജനിതമായ ദോഷം പ്രാപിച്ചിരിക്കുകയാണല്ലോ. തഥാ ദുർമരണം പ്രാപ്തം സർപ്പദംശേന ഭൂഭജ അന്ധരാളേ തഥാ മൃത്യുർന ഭൂമൗ കുശസംസ്തരെ. അങ്ങനെ സർപ്പം ദംശിച്ച് രാജാവ് ദുർമരണം പ്രാപിച്ചു. മരണസമയത്ത് നിലത്ത് ദർഭ വിരിച്ച് അതിൽ കിടന്നല്ല മരിച്ചത്, അന്തരീക്ഷത്തിൽ വെച്ചാണ്. ശുഭമായ മരണം നിലത്ത് ദർഭ വിരിച്ച് അതിൽ കിടന്നുള്ളതാണ്. മരണലക്ഷണങ്ങളിൽ പ്രധാനമായ ഊർധൻ്റെ ഗതി കണ്ടാൽ ദർഭ വിരിച്ച് അതിൽ കിടത്തും. അവിടെ കിടന്നാണ് മരിക്കുക. അത് ശുഭലക്ഷണമാണ്. ന സംഗ്രാമേന ഗംഗായാം സ്നാനാനാദിവർജിതം മരണം തേ പിതുസ്തത്ര സൗധോ ജാതം ഗുരുദ്വഹ. യുദ്ധത്തിൽ വെച്ചല്ല, ഗംഗയിൽ വെച്ചുമല്ല. സ്നാനം, ദാനം ഇവയൊന്നും ചെയ്യാൻ ഇടകിട്ടാതെ മാളികയ്ക്ക് മുകളിൽ വെച്ചാണ് ഹേ കുരുശ്രേഷ്ഠ അങ്ങയുടെ പിതാവ് മരിച്ചത്. കൃപാണീന സർവാണി നരകസ്യ നൃപോത്തമ തത്രേകം കാരണം തസ്യ ന ജാതം ജാതി ദുർലഭം. ഹേ രാജശ്രേഷ്ഠ, ദോഷങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് നരകത്തിന് കാരണമായി. പരലോകത്ത് എത്തിക്കുന്നതിന് സഹായിക്കുന്ന ദുർലഭമായ ഒന്നുണ്ട്, അത് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞതുമില്ല. യത്ര യത്ര സ്ഥിത പ്രാണോ ജ്ഞാത്വാ കാലം സമാഗതം സാധനാനാമഭാവേ അപി ഹ്യവശശ്ചാതിസംഘടേ. വസിക്കുന്നത് എവിടെയും ആയിക്കൊള്ളട്ടെ, മൃത്യുകാലം സമാഗതമായി എന്നറിഞ്ഞാലുടൻ സാധനകൾ ഒന്നുമില്ലെങ്കിലും അതിസങ്കടത്തിൽ പെട്ടിരിക്കുകയാണെങ്കിലും യഥാ നിർവേദയമായാതി മനസാ നിർമ്മലേ വൈ പഞ്ചഭൂതാത്മകോ ദേഹോ മമ കിം ഛാത്രദുഃഖം. മനസ്സിനെ സർവ്വവിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് നിർമ്മലമാക്കി വൈരാഗ്യത്തോടു കൂടി ഇങ്ങനെ ഉറയ്ക്കണം. പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ദേഹം, ഇതിൽ ദുഃഖിക്കാൻ എന്തിരിക്കുന്നു? യഥാ കാമം മുക്തോഹം നിർഗുണോവ്യയ നാശാത്മകാനി തത്വാനി തത്ര കാ പരിധേവന. ഈ ശരീരം വീണുകൊള്ളട്ടെ, ഞാൻ മുക്തനും നിർഗുണനും അവ്യനുമാണ്. എനിക്ക് ഈ ശരീരവുമായി എന്തു ബന്ധം? ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്ന പൃഥ്വി തുടങ്ങിയ തത്വങ്ങൾ തന്നെ നശ്വരങ്ങളാണ്. അതിലെന്ത് ഇത്ര ദുഃഖിക്കാനിരിക്കുന്നു? ബ്രഹ്മൈവാഹം ന സംസാരി സദാ മുക്ത സനാതന ദേഹേന മമ സംബന്ധ കർമ്മണ പ്രതിപാദിത. ഒരു സംശയവുമില്ല, ഞാൻ നിത്യമായിരിക്കുന്ന ബ്രഹ്മമാണ്, സംസാരിയല്ല.
എനിക്ക് ദേഹവുമായി ഉണ്ടെന്ന് തോന്നുന്ന ഈ ബന്ധം കർമ്മം കൊണ്ട് മാത്രം ഉണ്ടായതാണ്. താനി സർവാണി മുക്താനി ശുഭാനി ചേതരാണി ച മനുഷ്യദേഹയോഗേന സുഖദുഃഖാനുസാധനാത്. ശുഭങ്ങളും അശുഭങ്ങളും സകല കർമ്മങ്ങളും എന്നിൽ നിന്ന് ഭിന്നമാണ്. എനിക്ക് അവയുമായി ബന്ധമില്ല. സുഖദുഃഖാദികൾക്ക് സാധനമാകുന്നത് കൊണ്ട് മനുഷ്യദേഹവുമായി അവയ്ക്ക് ബന്ധമുണ്ടെന്ന് തോന്നുന്നു എന്ന് മാത്രം. വിമുക്തോ അതിഭയാത് ഘോരതസ്മാത് സംസാരസങ്കടാത് ഇത്യേവം ചിന്യമാനസ്തു സ്നാനദാന വിവർജിത. വാസ്തവത്തിൽ ഞാൻ അതിഭയാനകവും ഘോരവുമായ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തനാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സ്നാനാദികളൊന്നും കൂടാതെ മരണം ചെയ്തവാപ്നോതി സമുച്ചി ജന്മമുക്തുഃഖദ ഏഷ കാഷ്ടോ പരാപ്രോക്ത യോഗിനാമഭി ദുർലഭ. ആരാണോ മരണം പ്രാപിക്കുന്നത് അവൻ ജനിമരണങ്ങളിൽ നിന്ന് മുക്തനായിത്തീരുന്നു. ഇതാണ് അത്യുത്തമമായ സാധന. യോഗികൾക്ക് പോലും സുദുർലഭമാണിത്. പിതാ തേ നൃപശാർദൂല ശ്രുത്വാ ശാപം ദ്വിജോദിതം ദേഹേ മമത്വം കൃതവാൻ നിർവേദമാത്മവാൻ. ഹേ രാജേന്ദ്ര, ബ്രാഹ്മണൻ അങ്ങയുടെ അച്ഛന് ശാപം കൊടുത്തു. അത് കേട്ട് അങ്ങയുടെ പിതാവിന് സ്വശരീരത്തോട് വളരെ മമതയുണ്ടായി. അശേഷവും വൈരാഗ്യമുണ്ടായതുമില്ല. നിരോഗോ മമ ദേഹോ അയം രാജ്യം നിഹതകണ്ഠകം കഥം ജീവാത്മ്യഹം കാമം മന്ത്രജ്ഞാനായന്തു വൈ. എൻ്റെ ഈ ശരീരം ആരോഗ്യദൃഢമാണ്, ശത്രുക്കൾ മറ്റതാണ് രാജ്യം. എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? മന്ത്രജ്ഞന്മാരെ കൊണ്ടുവരട്ടെ. ഔഷധം മണിമന്ത്രം ച യന്ത്രം പരമകം തഥാ ആരോഹണം തഥാ സൗധേ കൃതവാൻ നൃപതിസ്തഥാ. ഔഷധം, മന്ത്രമണികൾ, ഉത്തമമായ യന്ത്രങ്ങൾ എന്നിവയെല്ലാം കൊണ്ടുവരട്ടെ എന്നിങ്ങനെ കൽപ്പിച്ച ശേഷം രാജാവ് മാളിക മുകളിൽ കയറി. ന സ്നാനം ന കൃതം ദാനം ന ദേവ്യാ സ്മരണം കൃതം ന ഭൂമോ ശയനം ചൈവ ദൈവം മത്വാ പരം തഥാ. കുളിച്ചില്ല, ദാനം ചെയ്തില്ല, ദേവിയെ സ്മരിച്ചില്ല, ഭൂമിയിൽ കിടന്നില്ല, അതുപോലെ പരമമായത് വിധിയാണെന്നും വിചാരിച്ചില്ല. മഗ്നോ മോഹാർണവേ ഘോരേ മൃത സൗധേ അഹിനാഹദ കൃത്വാ പാപം കലേർയോഗാ താപസസ്യാപമാനജം. കലിബാധിച്ച് താപസനെ അപമാനിച്ചു എന്ന ഘോരമായ പാപം ചെയ്ത് മോഹക്കടലിൽ മുങ്ങി മാളിക മുകളിൽ വെച്ച് സർപ്പദംശനമേറ്റു മരിച്ചു. അവശ്യമേവ നരകം ഏതൈരാചരണൈർഭവേത് തസ്മാർത്ഥം പിതരം പാപാത് സമൃദ്ധര നൃപോത്തമ. ഇങ്ങനെയൊക്കെ ചെയ്തതുമൂലം നരകം അനുഭവിക്കുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് അച്ഛനെ ആപത്തിൽ നിന്നും രാജാവെ അങ്ങ് രക്ഷിച്ചാലും. സൂത ഉവാച ഇതി ശ്രുത്വാ വചസ്തസ്യ വ്യാസസ്യാമ്യാതി തേജസാ സാശ്രുകണ്ഠോ അതിദുഃഖാർത്തോ ബഭുവാ ജനമേജയ. അമിത തേജസ്വിയായ വ്യാസൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട ജനമേജയ മഹാരാജാവ് അത്യന്തം ദുഃഖിതനായി കണ്ണീർ വാർത്തു. ദിഗിതം ജീവിതം മേ ആദ്യ പിതാ മേ നരകേ സ്ഥിത തത്കരോമി യദേവാദ്യ സ്വർഗം യാത്യുത്തരാസുധ. അച്ഛൻ നരകത്തിൽ കിടക്കെ എത്ര നിന്ദ്യമാണ് എൻ്റെ ഈ ജീവിതം. ആ ഉത്തരാപുത്രൻ സ്വർഗത്തിൽ എത്തത്തക്കവണ്ണം എന്താണോ ചെയ്യേണ്ടത് അതു ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. ഇതി ശ്രീദേവി ഭാഗവതേ തൃതീയസ്കന്ധേ ദ്വാദശോധ്യായ. ഓം മഹാദേവേ നമഃ.